സദാ പൂർണ്ണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. മാതാ മേ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര ബന്ധവാ ശിവഭക്തശ്ച സ്വദേശോ ഭുവനത്രയം. പ്രകൃതി എന്നത് പല നിലകളിലുള്ള ഒരറിവാണ്. പ്രകൃതി എന്നുള്ളത് നിങ്ങളുടെ തലങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആംഗലേയ ഭാഷയിൽ നേച്ചർ എന്ന പദത്തിന്റെ തർജ്ജമ എന്ന നിലയിലാണ് നിങ്ങൾ വിചാരിക്കുക. ഭാരതീയ ദാർശനിക ചിന്തയിൽ ആ ഒരർത്ഥം അതിനില്ല. മലയാള ഭാഷയിൽ ആംഗലേയ ഭാഷയോടുള്ള സാമീപ്യാദികൾ കൊണ്ട് നേച്ചർ എന്ന് വരുന്നിടത്തെല്ലാം പ്രകൃതി എന്നർത്ഥമാണ് ആക്കിയിരിക്കുന്നത്. എന്നെ വിഷമിപ്പിക്കുന്നതും അതാണ്. പ്രഭാഷണത്തിന് എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് വിചാരിക്കുന്നു, ഞാൻ വേറൊന്ന് വിചാരിക്കുന്നു എന്ന് വന്നാൽ നിങ്ങൾ ഞാനും അല്പം വിഷമത്തിലാവും. ദാർശനിക ചിന്തയിലെ പ്രകൃതി മറ്റൊന്നാണ്. ഇതിലേതിനെ ആസ്പദമാക്കി വേണം തുടരാൻ എന്നുള്ളത് തുടക്കത്തിൽ എൻ്റെ ഒരു സംഘർഷവുമാണ്. ഞാൻ ധരിച്ചിട്ടുള്ള പ്രകൃതിയെ പറ്റി നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന ശങ്ക ഒരു ഭാഗത്ത്, നിങ്ങൾ ധരിച്ചിട്ടുള്ള പ്രകൃതിയെ പറ്റി ഇതുപോലൊരു അന്തരീക്ഷത്തിലാണോ പറയേണ്ടത് എന്ന് മറ്റൊരു സംഘർഷം. അതാണ് എന്നെ അലട്ടുന്ന തുടക്കത്തിലെ പ്രശ്നം. നിങ്ങളറിയുന്ന പ്രകൃതിയെ ഭാരതീയ ദർശനം വികൃതി എന്നാണ് വിളിക്കുന്നത്. ഭാരതീയ ചിന്തയുടെ ആധാരശില പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. ഭാരതീയ ആരാധനാ സമ്പ്രദായങ്ങൾ പുരുഷോപാസനയുടെയും പ്രകൃതിവാസനയുടെയും അക്ഷുണ്ണ സങ്കല്പങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. ആദ്യം ഉണ്ടായത് ശബ്ദമാണെന്നാണ് ഭാരതീയ ദർശനങ്ങൾ പറയുക. ശബ്ദത്തിന് ശബ്ദസ്ഫോടമെന്നും ശക്തിസ്ഫോടമെന്നും രണ്ടു ഭാവങ്ങളാണ് അവർ കണ്ടെത്തുക. ശബ്ദത്തിന്റെ ശക്തിസ്ഫോടമാണ് അർത്ഥം, വാക്കും അർത്ഥവും. വാക്കിന്റെ ശക്തി സ്ഫോടത്തിൽ നിന്ന് പ്രകൃതിയുടെ ആവിർഭാവത്തെ കുറിച്ചുള്ള അനവദ്യ സുന്ദരങ്ങളായ ചിന്തകൾ സ്ഫോടദർശനത്തിനും മറ്റും നിങ്ങൾക്ക് ലഭിക്കും.
ശബ്ദത്തിൽ നിന്നാണ്, ഓംകാരത്തിൽ നിന്നാണ്, പ്രണവത്തിൽ നിന്നാണ് കാലികവും കാലാതീതവുമായ സമസ്തവും ഉണ്ടായത്. അതിന്റെ വികാസ പരിണാമത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഏകവും അദ്വയവുമായ ബ്രഹ്മത്തിൽ നിന്ന്, ശബ്ദസ്ഫോടത്തിൽ നിന്ന്, ഓംകാരത്തിൽ നിന്ന്, അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായത് മൂലപ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വമുണ്ടായി. ഭാഗവത സപ്താഹം നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, അല്ലേ? അതിൽ ഈ ഭാഗമൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു കാണുമോ, അതോ അല്ല? അതല്ല ചോദിച്ചത്. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞുവോ അതോ ഇനി വായിക്കാനിരിക്കുന്ന ഭാഗത്തായിരിക്കുമോ? അവിടം വരെയായി. ദശമം ഏതാണ്ട് രുക്മിണി സ്വയംവരം വരെ. അപ്പൊ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞു തരുമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായ മൂലപ്രകൃതി അത് വെറുതെ ഉണ്ടാവില്ല, സ്പന്ദനം കൊണ്ടുണ്ടായതാണ്. അറിവിൽ സ്പന്ദനമുണ്ടാകുമ്പോഴാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിനെ ശക്തി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഭാരതീയ ചിന്ത ശൈവവും ശാക്തേയവുമായ രണ്ട് സങ്കല്പങ്ങളുടെ വിളഭുവാകുകയും ചെയ്തു. ആ ആദിമൂല പ്രകൃതി പരിണമിച്ചിട്ടാണ്, പരിണാമം നിതാന്തമാണ്, മഹത്തത്വമുണ്ടായി. മഹത്തത്വം പരിണമിച്ചിട്ടാണ് അഹങ്കാരമുണ്ടായത്. മൂലപ്രകൃതിയുടെ വികൃതിയാണ് മഹത്തത്വം. മഹത്തത്വം പ്രകൃതിയാകുമ്പോൾ അതിന്റെ വികാരമല്ലെങ്കിൽ വികൃതിയാണ് അഹന്തത്വം. അഹന്തത്വം താമസം, രാജസം, സാത്വികമെന്ന് മൂന്നായി പിരിയുമ്പോൾ താമസാഹങ്കാരവും രാജസാഹങ്കാരവും സാത്വികാഹങ്കാരവും ഉണ്ട്. അവിടെ ഓരോന്നും അതിന് മുമ്പുള്ളതിന്റെ വികൃതിയാണ്, മുമ്പുള്ളത് പ്രകൃതിയും. അതിൽ നിന്ന് മനസ്സും അധിദേവതകളുമുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി. പൃഥ്വി തേജോ വായുവാകാശങ്ങളെന്ന പഞ്ചമഹാഭൂത തന്മാത്രകളുണ്ടായി. ഇങ്ങനെയാണ് സൃഷ്ടിക്രമം വർണ്ണിക്കുന്നത്. ആ പഞ്ചഭൂത തന്മാത്രകൾ പഞ്ചീകരിച്ചും ത്രിവൽക്കരിച്ചും ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. അത് മൂലപ്രകൃതിയുടെ വികാരമാകുന്നു, അതുകൊണ്ട് വികൃതിയാകുന്നു.
വികൃതിയെ ഉപാസിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യത്തെ ഉപാസിക്കുന്നതിന് പകരം അതിൻ്റെ സൂക്ഷ്മമായ കാരണത്തെ അന്വേഷിക്കുക. ഇങ്ങനൊരു ഉപാസനാ രീതി പണ്ടുണ്ട്. അന്ന് മനുഷ്യന് മനസ്സും അതിൻ്റെ സൂക്ഷ്മതലങ്ങളും നിശ്ചയമായിരുന്നു. കാലാന്തരത്തിൽ പരിണാമം വർദ്ധിച്ചു വന്നപ്പോൾ വാക്കിന്റെ കാരണത്തെ മറന്നു. വാക്കിന് കാലം, ദേശം, സംസ്കാരം, വ്യക്തി ഇവയുടെ അടിസ്ഥാനത്തിൽ സങ്കല്പനങ്ങളുണ്ടായി. ഭേദങ്ങളുണ്ടായി. ഭേദങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന നിയമങ്ങൾ വന്നു. അതിൻ്റെ ലോകത്താണ് ഇന്ന് നാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നോ നിങ്ങൾ ആ തലത്തിൽ മനസ്സിലാക്കുമെന്നോ കരുതി പറയരുതാത്ത ഒരവസ്ഥയിലായി. കാരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇന്നത്തെ തലമുറയിൽ ഭാര്യയുടെ വാക്ക് ഭർത്താവിന് മനസ്സിലാവില്ല. ഭർത്താവിൻ്റെ വാക്കുകൾ ഭാര്യയ്ക്ക് മനസ്സിലാവില്ല. അച്ഛൻ്റെ വാക്കുകൾ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അച്ഛൻ്റെ വാക്കുകൾ മക്കൾക്ക് മനസ്സിലാവില്ല. മക്കളുടെ വാക്കുകൾ അച്ഛനമ്മമാർക്ക് മനസ്സിലാവില്ല. ഏറ്റവും കൂടുതൽ ഭാഷ വികസിച്ച കാലം, ഏറ്റവും കൂടുതൽ ആക്ടിവിസ്റ്റുകളുള്ള കാലം, അറിവിന് ഏറ്റവും കൂടുതൽ അന്വേഷണ ഉത്സുകതയുള്ള കാലം, അറിവിൻ്റെ മേഖലകൾ വികസിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഡിഗ്രിയുള്ള കാലം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാലം, അഭിപ്രായ സമന്വയം അസാധ്യമാകുന്ന കാലം. ജീവജാലങ്ങളുടെ ഈ വികൃതി വിഷയത്തെ ആസ്പദമാക്കി 2 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു, 2 ദിവസം നിങ്ങളോട് സംസാരിക്കണോ അതല്ല മൂലപ്രകൃതിയെ ആസ്പദമാക്കി സംസാരിക്കണമോ എന്നതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അനുഭവത്തിൽ ശരിയുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയുണ്ടോ? ഇതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുടെ നൂറ്റാണ്ടാണോ? അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ? അങ്ങനെയാണോ? പഠിപ്പുള്ള ആളുകൾ അവര് വളരെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അവയെല്ലാം ഭിന്നതയ്ക്കുതകുമാറ് അറിഞ്ഞിരിക്കുന്നു. ഭാഷയുടെ വൈകാരിക ഘട്ടങ്ങളിൽ
ശബ്ദം പരിണമിച്ച് വികസിച്ച് പ്രപഞ്ചമായി വിലസി വളരുന്ന ഘട്ടങ്ങളിൽ എല്ലാ രംഗത്തും അഭിപ്രായ വ്യത്യാസമാണ് അറിവ്. അഭിപ്രായ സമന്വയം അറിവില്ലായ്മയായി മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മര്യാദകേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയുണ്ടോ? തുടരുന്നതിന് മുമ്പ് മൈക്ക് വെച്ച് നിങ്ങളോടൊക്കെ എൻ്റെ അറിവ് കുറെ വിളമ്പിയിട്ട് പോകുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞതിൽ കുറച്ചെങ്കിലും ശരിയുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ വളരെ വലിയ ഡിഗ്രികളുള്ളവർ, അധ്യാപകർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ. ഇപ്പൊ ഇന്നൊരു അമ്പലപ്പറമ്പിലോ എവിടെയോ ഒക്കെ വരുമ്പോൾ കാണുന്നവർക്ക് വളരെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളെയാണ്. പേരെഴുതിയാൽ അനേക ഡിഗ്രികൾ എഴുതാവുന്ന ആളുകളെയാണ്. നിങ്ങൾക്ക് കൃഷിയോട് പൊരുത്തപ്പെടാൻ വിദ്യാഭ്യാസം വന്നപ്പോൾ പറ്റിയില്ല, അത് മുഴുവൻ വിറ്റ് കളഞ്ഞു. നിങ്ങൾക്ക് പശുക്കളോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല, അതിനെയൊക്കെ അറവുകാരന് കൊടുത്തു. ഓരോന്നും നോക്കിക്കോണം. നിങ്ങൾക്ക് മക്കളോട്, നിങ്ങൾക്ക് ജനിച്ച കുട്ടികളോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല, അതിനെയൊക്കെ ജനിച്ച ഉടനെ ക്രഷിൽ കൊണ്ടുപോയി. അല്ല, ശരിയല്ലാത്തതുകൊണ്ടാണോ ഒരമ്മ ഇരുന്ന് ചിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് ജനിക്കുന്ന നിങ്ങളുടെ ഒരു കുഞ്ഞിനോടും ഒരു സ്ത്രീക്കും ഒരു പുരുഷനും മായയില്ല. നിങ്ങളെല്ലാം വേദാന്തികളായിരിക്കുന്നു. സ്വാമിമാരും ബാക്കിയുള്ളവരും സപ്താഹങ്ങളും മറ്റുള്ളതും പഠിപ്പിച്ച് നിങ്ങൾ ബന്ധമില്ലാത്ത മോക്ഷത്തിലെത്തി. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഇങ്ങനെ തന്നെയാണ്. അമ്മ അന്നപൂർണേശ്വരി. അപ്പോ പഠിപ്പുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങളോട്, അവരുടെ ഹൃദയത്തിന്റെ ഭാഷയോട്, അവരുടെ ഇന്ദ്രിയങ്ങളുടെ ചലനത്തോട് നിങ്ങളുടെ ഇന്ദ്രിയാധിദേവതകൾ സമരസപ്പെടുന്നില്ല. പൊരുത്തപ്പെടാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ അവരെ ക്രഷിലാക്കി. നേരത്തെ LKGയിൽ വിട്ടു. മാനേജ്മെന്റിനോട് നിങ്ങൾ ആലോചിച്ചു, രാവിലെയും ഉച്ച കഴിഞ്ഞും LKGയിൽ പഠിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിലേ എൻ്റെ കുട്ടിയെ വിടുള്ളൂ. രാവിലെ മാത്രം വിട്ടാൽ ഇവൻ വീട്ടിലേക്ക് എത്തില്ലേ? പരമാവധി ഇവൻ എൻ്റെ കൂടെ ഉണ്ടാവണ്ട. നിങ്ങൾ മക്കളോട് പൊരുത്തപ്പെട്ടില്ല. അല്പം മുതിർന്നപ്പോൾ നിങ്ങൾ അവനെ റെസിഡൻഷ്യൽ സ്കൂളിലാക്കി. വയ്യാവേലി ആ ശല്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. നമ്മുടെ സ്വച്ഛന്തതയ്ക്കും സ്വസ്ഥതയ്ക്കും സമാധാനമുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്, പൊരുത്തപ്പെട്ട് ജീവിക്കുമല്ലോ? ഇല്ല, രണ്ടുപേരും അകലമുള്ളിടത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ചു.
രണ്ടുപേർക്കും പ്രത്യേകം കാറായി. ഒരേ വഴിയിൽ പോകുമെങ്കിലും ഞാൻ എൻ്റെ കാർ എടുത്ത് പൊക്കോളാം, താൻ തൻ്റെ കാർ എടുത്തുകൊണ്ട് പോകും. നീ നിന്റെ കാറെ കയറിയാൽ മതി, ഞാൻ എൻ്റെ കാറെ പൊക്കോളാം. നിങ്ങൾ പൊരുത്തപ്പെടില്ല. ഭാഷകൾ നിങ്ങൾ അതിൻ്റെ ശക്തിസ്ഫോടം നഷ്ടപ്പെട്ട് പളുങ്കുപാത്രങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ രംഗവേദിയിലും വീണുടഞ്ഞു. പ്രകൃതി സ്നേഹികളും വികൃതിയെ പ്രകൃതിയെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന പ്രകൃതി സ്നേഹികളും ആക്ടിവിസ്റ്റുകളും ശാസ്ത്രകാരന്മാരും ഭരണാധികാരികളും മതങ്ങളും മതത്തിൻ്റെ വർണ്ണാഭങ്ങളായ പ്രപഞ്ചങ്ങളും ഉണർന്നു. പക്ഷേ മാനവന്റെ എല്ലാ വിശ്വാസങ്ങളും തകർന്നു. ഒന്നിനെയും വിശ്വസിക്കാനാവാത്ത അവൻ ഒന്നിനോടും പൊരുത്തപ്പെടാനാവാതെ തൻ്റെ കൂടുകളിൽ ചേക്കേറിയിട്ട് മറ്റു കൂടുകളിലിരിക്കുന്നതിനോട് കൊഞ്ഞനം കുത്തി. ഇതിന് നിങ്ങൾ പുരോഗതി എന്ന് നാമകരണം ചെയ്തു. ഇതിനെ നിങ്ങൾ പരിഷ്കാരമെന്ന് വിളിച്ചു. ഇത് ശാസ്ത്രത്തിന്റെ സംഭാവനയെന്ന് നിങ്ങൾ എണ്ണി. ഇതിനൊരു മറുപുറമുണ്ടായിരുന്നുവോ? ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് എപ്പോഴെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമോ? എത്ര കണ്ട് നിങ്ങളുടെ കോശങ്ങൾ മൂലപ്രകൃതിയിൽ നിന്ന് വികാരം കൊണ്ട് പഞ്ചതന്മാത്രകളാടി പ്രപഞ്ചാതിശയത്തിന്റെ ലോകങ്ങളിൽ വിരാജിക്കുവാൻ തുടങ്ങിയോ? കാലവും വിഷയവും കർമ്മവും വികലമായി തീർന്ന യുഗങ്ങളിൽ മാനവചേതന സംഭിതവും സംഭ്രാന്തവുമായി. ഒരിക്കൽ എഴുന്നേറ്റ് എല്ലാ കർമ്മവും ചെയ്യുമാറ് സാക്ഷാൽ ഹനുമാനെ പോലെ എഴുന്നേറ്റു. അടുത്ത നിമിഷം ഒന്നും ചെയ്യാനാവാതെ ഉറക്കത്തിലേക്കും വീണു. ചെറുപ്പം വളരെ കാര്യങ്ങളിൽ ബൈപ്പോളാറിന്റെ കേന്ദ്രങ്ങളിലെത്തി. മാനിയ, ഡിപ്രഷൻ, മാനിയാക്ക് ഡിപ്രഷൻ. ഈ ഒരു ദശാസന്ധിയിൽ ഇന്നലെ ആരെങ്കിലും ഇതിന് വിപരീതമായ ഒരർത്ഥത്തിൽ ജീവിക്കുകയും ശബ്ദസ്ഫോടത്തെയും ശക്തിസ്ഫോടത്തെയും ഉൾക്കൊള്ളുകയും വാക്കിനെ നിഘണ്ടുക്കളുടെ സഹായമില്ലാത്ത അവാച്യമായൊരു പാരസ്പര്യത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭാഷയെ അവ്യാകൃതമായ ഒരർത്ഥത്തിൽ ഹൃദയവും തമ്മിലുള്ളൊരു സംവേദനത്തിന്റെ ആദിമൂല പ്രകൃതിയുടെ അവാച്യമായ തലത്തിൽ
എന്നെങ്കിലും ആരെങ്കിലും മനസ്സിലാക്കിയോ? പിതാവ് പുത്രനോട് പുത്രിയോട് പറയുന്ന കാര്യങ്ങൾക്ക് പിതാവിൻ്റെ അനുഭവങ്ങളാണ് സാക്ഷിയെന്നറിഞ്ഞ് നിശബ്ദമായി ഉൾക്കൊള്ളുവാനും എന്ത് എന്ന് അറിവിൻ്റെ തലത്തിൽ അപഗ്രഥിക്കുന്നതിന് മുമ്പ് താൻ ഏതൊരു കോശത്തിൻ്റെ തുടർച്ചയാണോ, ഏതൊരു പാരമ്പര്യത്തിൻ്റെ പ്രസക്തമായ യാത്രയിലാണോ, അതൊന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയും അതിൻ്റെ വിജയങ്ങളെ നേടുകയും അതിൽ അദൃഷ്ടമായി കിടക്കുന്ന അനുഗ്രഹ വർഷത്തെ ഉൾക്കൊള്ളുകയും ചെയ്തവർ ഈ മണ്ണിലുണ്ടായിരുന്നുവോ? അവരാനന്ദിച്ചിരുന്നുവോ ജീവിതത്തിൽ? അവരിന്നുള്ള മനുഷ്യനോളം ദുഃഖിച്ചിരുന്നുവോ? അവർക്കിന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ തന്ന സുഖഭോഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തേക്കാൾ കൂടുതലെങ്കിൽ അവയെ കൊണ്ട് ആനന്ദിച്ചുവോ? ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ലാതിരുന്നിട്ടും ആനന്ദിച്ചുവോ? അല്ല, ഇല്ലാത്തതുകൊണ്ട് അതീവ ദുഃഖിയായി കണ്ടുവോ? അതൃപ്തി കൂടുതൽ ആർക്കാണ്? അസന്തുഷ്ടി കൂടുതൽ ആരിലാണ്? സങ്കീർണതകളും പ്രശ്നങ്ങളും മാനസികവും ശാരീരികവുമായി ആരനുഭവിക്കുന്നു? ഇതിനെ മൂലപ്രകൃതിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിച്ചു നോക്കാമെന്ന് വിചാരിച്ചാണ് വിഷയം ഞാനിങ്ങനെ വളച്ചത്. ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ തുടരാം. നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ ഞാൻ തുടരാം. കാരണം ഇന്ന് നിങ്ങളെല്ലാം പഠിപ്പുള്ളവരാണ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒട്ടെല്ലാം നേടിക്കഴിഞ്ഞവരാണ്. ലോകം ഇന്ന് നിങ്ങളുടെ കൈവെള്ളയിലാണ്. കാലം ഇന്ന് മറഞ്ഞു നിൽക്കുകയാണ്. കാലമില്ല. കാലദേശങ്ങളുടെ ഇന്നലത്തെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഞൊടിയിട കൊണ്ടാണ് നിങ്ങൾ ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്ത് നിന്ന് എത്തുന്നത്. വയലാറ് പണ്ട് പാടിയേ ഉള്ളൂ, പക്ഷെ ഇന്നത് അനുഭവമായിരിക്കുകയാണ്. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കുതറി തുള്ളിക്കൊണ്ടൻ ചാട്ടവാറിളകുമ്പോൾ, നടുങ്ങിപ്പോകുന്നീലെ അണ്ടകടാഹങ്ങൾ. നീലാകാശ വാനിലെ ശുദ്ധ താരകയെ വിളറിയ നിൻമുഖം കാണട്ട ഞാൻ. നിന്റെ നാട്ടിലെ നീലത്തുളസി തോപ്പിൽ നിന്ന് നീ നുള്ളിക്കൂട്ടും പിഞ്ചുവെറ്റിലകളും, ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും, വാനിൻ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടിക്കൊണ്ടൊരു നീലത്തുമ്പിയെപ്പോലെ നീ നിന്ന് നൃത്തം വയ്ക്കേ. ഞാനവ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പി. കാലമാണ് അവിശ്രമം പായുമൻ അശ്വം എന്ന് വയലാറ് പാടുമ്പോൾ ഇന്ന് ഏതാണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ചൊവ്വയിലെ പഴുക്കയും സൂര്യനിലെ ചുണ്ണാമ്പും
നക്ഷത്രരാശികളിൽ നിന്നുള്ളിക്കൂട്ടിയ വെറ്റിലയും കൂട്ടി മുറുക്കുവാൻ പ്രാപ്തമാകും വിധം വികസിച്ചു നിൽക്കുന്ന ആധുനിക മനുഷ്യൻ. മറ്റൊരു കവി പാടിയതുപോലെ അവൻ ഭയത്തിലാണ്. ദുസ്വപ്നങ്ങളും പേടിസ്വപ്നങ്ങളുമാണ് അവന്റെ കൂടപ്പിറപ്പ്. ഇതൊന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ ആഹാരത്തിന് ദാരിദ്ര്യമുണ്ടായിരുന്ന കാലങ്ങളിൽ, ഇത്രയും സഞ്ചാര സൗകര്യങ്ങളില്ലാതിരുന്ന കാലങ്ങളിൽ, എന്തിനുമെടുത്ത് ചെലവാക്കാൻ വീശാൻ പണമില്ലാതിരുന്ന കാലങ്ങളിൽ മാനവ മനസ്സ് ഇതിലധികം ദുഃഖമായിരുന്നുവോ സംതൃപ്തമായിരുന്നുവോ എന്ന് ചിലരെ സംബന്ധിച്ചെങ്കിലും അത് ആപേക്ഷികമാണ്. കൂടുതൽ ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അത് കൂടുതൽ ദുഃഖപൂർണമാണ്. കൂടുതൽ പേരെ സംബന്ധിച്ചത് ആനന്ദപൂർണമാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥിതിവിവര കണക്കുകൾ കിട്ടിയേക്കാം. പക്ഷെ സമൂഹത്തെ വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ, സാമൂഹ്യ നിലയിൽ മാനവനെ പഠിക്കുമ്പോൾ, ഒരുവന് അന്യന്റെ ഭാഷ ശബ്ദസ്ഫോടത്തിൽ നിന്ന് മനസ്സിലാകാതായിട്ടില്ലേ? അർത്ഥമാകട്ടെ പലപ്പോഴും അനർത്ഥമായി തീരുന്നില്ലേ? ഇതാണ് മൂലപ്രകൃതിയുടെ വികാരത്തിന്റെ ഇന്നത്തെ നിലയിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലകളിലൊന്നാണ്. കോടതിയിലെത്തിയിരിക്കുന്ന ഡൈവോഴ്സ് 2000 ഒരു വർഷം. വയനാട്ടിലും 2000 മേലുണ്ട്. അതും വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലയാണ്. ബാക്കി ഉള്ളിടത്തെല്ലാം വളരെ കൂടുതലാണ്. എല്ലാം വിദ്യാസമ്പന്നരുടെ ഇടയിൽ നിന്നാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 1006 പെൺകുട്ടികൾക്കാണ് കുടുംബജീവിതം നയിക്കാനുള്ള ആരോഗ്യം തന്നെയുള്ളത്. കേരളത്തിലെ പുരുഷ വന്ധ്യത 40%. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഇങ്ങനെ ഒത്തിരിയുണ്ട്. അമ്പലങ്ങളിൽ ആളുകൾ കൂടുന്നുണ്ട്, ഭക്തി വർദ്ധിക്കുന്നുണ്ട്. രുക്മിണി സ്വയംവരത്തിന് കുട്ടികളെ തന്നെ വേഷം കെട്ടിച്ച് സ്വയംവരം തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ നടത്തി കാണില്ല. അതുവരെ വെടിക്കെട്ട്, ബഹളം, സ്വയംവരത്തിന് കഥകളി, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും കുറവല്ല. ക്ഷേത്രങ്ങളിൽ മിക്കവാറുമൊക്കെ തങ്കം കൊണ്ട് പൊതിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കുറവല്ല. അതൊക്കെ സമ്മതിച്ചുകൊണ്ടാണ്. മതങ്ങൾ വളരെ വളരുന്നു, രാഷ്ട്രീയങ്ങൾ അതിനേക്കാൾ സമ്പാദിച്ചു വളരുന്നു, വ്യക്തികൾ ധനവാന്മാരാകുന്നു, സ്വാമിമാരും അതായത് സന്യാസാശ്രമത്തിലുള്ളവരും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരുമെല്ലാം കോടീശ്വരന്മാരാകുന്നു. ഇതൊക്കെ വളർച്ചയാണ്. ഇതൊക്കെ വിനയപൂർവം സമ്മതിച്ചുകൊണ്ട് ഈ വികാസത്തിൽ